ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് DP അടിപൊളിയാക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെല്ലാവരും വാട്സപ്പിൽ നമ്മുടെ DP ചേഞ്ച് ചെയ്യാറുണ്ട്, അതായത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ അധികവും, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ ആയിരിക്കും നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന് പകരമായി നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി നല്ലൊരു രീതിയിലാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിനുള്ളിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഒരുപാട് മോഡൽ, ഏകദേശം ഒരു 100-100ഓളം മോഡലുകൾ നമുക്ക് തരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് DP ആയി വെക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് വാട്സപ്പിന്റെ ഒക്കെ DP എന്ന് പറയുന്നത് റൗണ്ട് ഫിഗറിലാണ് വരുന്നത്. ആ റൗണ്ട് ഫിഗറിനനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് നമ്മൾ ആ വേറൊരു ബാക്ക്ഗ്രൗണ്ടിനുള്ളിൽ സെറ്റാക്കി തരുന്ന ഒരു അടിപൊളി മെത്തേഡ്. ഇത് നമുക്ക് ഫേസ്ബുക്കിൽ ഉപയോഗിക്കാം, ഇൻസ്റ്റഗ്രാമിൽ ഉപയോഗിക്കാം, വാട്സപ്പിൽ ഉപയോഗിക്കാം. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെയും പ്രൊഫൈൽ പിക്ക് വരുന്നത് റൗണ്ടാണ്. ആ റൗണ്ടിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടില്ല. എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എങ്ങനെയാണ് വാട്സപ്പ് DP അടിപൊളിയാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ വാട്സപ്പ് DP ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെറ്റിംഗ്സ് 3 ഡോട്ട് പ്രസ് ചെയ്തു, സെറ്റിംഗ്സ് എടുത്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് DP ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കേട്ടോ, റൗണ്ട് ഫിഗറിൽ ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെ മാറ്റാം. അത് ഈ ഒരു രീതി മാത്രമല്ല, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കൂട്ടുകാർ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിളാണ്. ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു പച്ച പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിന് മേലെ കൂട്ടുകാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ആയിരിക്കും ഓപ്പൺ ആയിരുന്നത്. ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോ ആണ് DP ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഫേസ്ബുക്കിലെ ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ എടുക്കണം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് ഓക്കെ ഈ കാണുന്ന ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നതിന് ശേഷം കൂട്ടുകാർ അല്പം വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ജനറേറ്റ് ആവേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു പരസ്യം വരും, പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടി വരും. ഒരല്പം വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് വളരെ പെട്ടെന്ന് ജനറേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും എൻ്റെ ഫോട്ടോസ് ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള ഫോട്ടോസായി മാറിയതാണ്. വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിനുള്ളിൽ ആയത് കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും ഏതാണോ വേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ളതുണ്ട്. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ളതാണോ വേണ്ടത് എല്ലാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാം. പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയുള്ള എല്ലാ മോഡലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായത് ഒന്ന് നമുക്ക് ജസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ രസമുള്ള ഏതാണ്? ഓക്കെ, ഈ കാണുന്നത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ കാണുന്നത് സെലക്ട് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ അത് വാച്ച് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിന് മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ബട്ടൺ വരും. അവിടെ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് കൂട്ടർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എത്ര ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യട്ടോ. ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ഡൗൺലോഡ് വരും. നമുക്ക് എല്ലാ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എല്ലാ ഫോട്ടോയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂം ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ മറ്റേ താഴത്ത് മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റോസ് ആക്കണമെങ്കിൽ റോസ് ആക്കി കൊടുക്കാം. കേട്ടോ, അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ നിങ്ങളുടെ ഐഡിയക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ DP എടുക്കുക. DP എടുത്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലുള്ള പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തത് ഈ ഫോട്ടോ ആയിരുന്നു. അതിന് മേലെ ക്ലിക്ക് ചെയ്തു. കണ്ടോ, അത് മാറി. ഡൺ എന്നുള്ള ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫോട്ടോ ആയി മാറി. ഇതേ രീതിയിൽ നമുക്ക് വാട്സപ്പിൻ്റെ DP മാറ്റുവാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇവിടെ പങ്കുവച്ചത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.